ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഓശാന ഞായറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, ലോകം മുഴുവൻ ഓശാന ഞായർ ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഓശാന ഞായർ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വാരത്തിലേക്ക് പ്രവേശിക്കുന്നു. പീഡാനുഭവ വാരം എന്ന് അറിയപ്പെടുന്ന ആ വലിയ വാരം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം, ദൈവമക്കളായ നമ്മൾ അഭിമാനിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വചനം. ആ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ ലജ്ജിക്കരുത്. ലജ്ജിക്കേണ്ട കാര്യങ്ങളിൽ ലജ്ജിക്കണം, അത് നമ്മൾ കണ്ടതാണ്. പക്ഷെ നമ്മൾ അഭിമാനിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒരിക്കലും ലജ്ജിക്കരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് വേണ്ടി പാടുപീട് സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത യേശുവിനോട് ചേർന്ന് സഹിക്കേണ്ടി വരുന്ന ആ സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ ലജ്ജിക്കരുത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഏതാനും ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ദൈവമക്കളായി നമ്മൾ അഭിമാനിക്കേണ്ടതായ ഒരു 10-13 കാര്യങ്ങളെക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. സംഭവം ഞാൻ ഓർക്കുകയാണ്, ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് മനുഷ്യകോലം എന്ന് പോലും പറയാൻ പറ്റിയില്ലായിരുന്നു. ആ കുഞ്ഞിന്റെ ഷേപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ പല സർജറി കഴിഞ്ഞിട്ടാണ് ഏതാണ്ട് ഒരു മനുഷ്യകോലം ഉണ്ടായത്. അങ്ങനെ ഒരു രൂപത്തിലേക്ക് ആ കുഞ്ഞിനെ നേടിയെടുക്കാൻ പറ്റിയത്. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം, ഒത്തിരി പേര് ഈ കുഞ്ഞിനെ നോക്കാൻ പോലും ഭയപ്പെട്ടു. അതല്ലെങ്കിൽ പല വിധത്തിലുള്ള കമന്റ് പലരും പറഞ്ഞു. അതെല്ലാമായിട്ട് എനിക്കൊരിക്കൽ പോലും ദൈവത്തോടൊരു പരിഭവം തോന്നിയില്ല, പരാതി ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ കൊച്ചിനോട് ഒരു ഇഷ്ടക്കേടും ഒരിക്കൽ പോലും വന്നിട്ടില്ല. അവരുടെ ആ വലിയ മനസ്സ്. അതുപോലെ ആത്മീയത ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചിന്തിക്കാനോ പറയാനോ പറ്റുമോ? അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ പീഡാനുഭവത്തിൽ പങ്കുചേരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ദൈവം അനുവദിച്ച ആ ഒരു സാഹചര്യം അവരെടുത്തത്. ദൈവത്തോടുള്ള സ്നേഹം വളർന്നാൽ, ദൈവത്തെ അറിയുകയും ആ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഇതുപോലെ ദൈവം അവരുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അതിൻ്റെതായിട്ടുള്ള വലിയ സൽഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വചനഭാഗം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കേണ്ടി വരുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നീ പരിഭ്രമിക്കരുത്, നീ അതിൽ ലജ്ജിക്കരുത്, മറിച്ച് അഭിമാനം കൊള്ളണം. 2 തീമോത്തി 3-ാം അധ്യായം 12-ാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമല്ലേ? യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്നെങ്ങനെ പറയാൻ പറ്റും? യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. അത് നമ്മുടെ വിളിയുടെ ഭാഗമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന വലിയൊരു സന്ദേശമുണ്ട്. ആദിമ ക്രൈസ്തവ സമൂഹം നമ്മളെക്കാളൊക്കെ ഒരുപാട് സഹിച്ചിട്ടുള്ളവരാണ്. വലിയ സഹനത്തിലൂടെ കടന്നുപോയവര്, അവരുടെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു, ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നവര്, പട്ടിണി കിടക്കേണ്ടി വന്നവര്, അങ്ങനെ ഒരുപാട് ത്യാഗം അനുഷ്ഠിക്കേണ്ടി വന്ന, സഹനം ഏറ്റെടുക്കേണ്ടി വന്ന ആദിമ ക്രൈസ്തവ സമൂഹം അവർ പ്രാർത്ഥിച്ചത്, നമ്മളൊക്കെ ഇന്ന് ചെയ്യും പോലെ സഹനം കുറയ്ക്കണേ, രോഗം എടുത്തു മാറ്റണമേ, കർത്താവ് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റണമേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണോ പ്രാർത്ഥിച്ച്? അല്ല എന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ദൈവമേ, ധൈര്യം തരണമേ, ഇതിനേക്കാൾ വലിയൊരു സഹനം നാളെ വന്നാലും അതെടുക്കാനുള്ള ധൈര്യം ഞങ്ങളാരും നഷ്ടധൈര്യരാകാതിരിക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇത് മനോഹരമായൊരു പ്രാർത്ഥനയായിരുന്നു. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ആത്മീയ പക്വത, ആത്മീയ വളർച്ച നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ സഹനങ്ങൾ എടുക്കാനും ആ സഹനത്തിൻ്റെ നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവമഹത്വം ദർശിക്കാനുമൊക്കെ ദൈവമക്കളായി നമുക്ക് സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പോസ്തല പ്രവർത്തനം 5:41 നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്നൊക്കെ ചിലരുടെ ചോദ്യം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സഹനം ഉണ്ടായി? ഞാൻ ഇതുവരെ ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചിട്ടില്ല, എന്തുകൊണ്ട് എന്നിട്ട് എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചു? നമ്മൾ മറക്കുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധ കന്യാമറിയം ഒരു തെറ്റും ചെയ്തോളല്ല, 7 വ്യാകുലവാളാണ് അവളുടെ ചങ്കിൽ കയറിയത്. യേശു ഒരു തെറ്റും ചെയ്തവനല്ല. അവരെല്ലാവരും നോക്കി എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ, പക്ഷെ അവർക്ക് പറ്റിയില്ല. എന്നിട്ട് നമ്മൾ കാണുന്നു അവൻ്റെ പീഡാസഹനം, അവൻ്റെ കുരിശുമരണം. അവനെ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത വിധം അവൻ്റെ ഷേപ്പ് മാറി. അതുപോലെ അവരവനെ പ്രഹരിച്ചു എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ അപ്പോസ്തല പ്രവർത്തനം 5:41 നമ്മൾ കാണുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അപമാനം സഹിക്കാൻ അർഹത ലഭിച്ചതിൽ അവരഭിമാനിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്ത് വലിയൊരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. ഇതൊരു അർഹതയായിട്ട് കണ്ടുകൊണ്ട് അപമാനം സഹിക്കാനുള്ള അർഹത, അതിന് അവർ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അവരാനന്ദിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ്
ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്കിനി ഏതാനും കാര്യങ്ങൾ, ഒരു 13 കാര്യങ്ങൾ 2 തലക്കെട്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ തലക്കെട്ട്, നാം അഭിമാനിക്കേണ്ടവ എന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തേത് 1 കൊരിന്തോസ് 1-ാം അധ്യായം 31-ാമത്തെ വചനം, കർത്താവിൽ അഭിമാനിക്കണം. ഇവിടെ പാരമ്പര്യത്തെക്കാൾ, സമ്പത്തിനേക്കാൾ, നമ്മുടെ സൗന്ദര്യത്തെക്കാൾ, വസ്ത്രമോടിയേക്കാളൊക്കെ അഭിമാനിക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യാനി, കർത്താവിൽ നീ അഭിമാനിക്കണം. പ്രഭാഷകൻ 9:16 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിനോടുള്ള ഭക്തിയിൽ നീ അഭിമാനം കൊള്ളണം. രക്ഷ മറ്റുള്ളവർ നമ്മളെ കളിയാക്കി പോലും സംസാരിച്ചേക്കാം. നമ്മൾ വിഡ്ഢികളായതുകൊണ്ടാണ് ഈ ദൈവം ദൈവം എന്ന് പറഞ്ഞ് ഭക്തരായിട്ടൊക്കെ നടക്കുന്നത്. അവർ പറഞ്ഞോട്ടെ, നമ്മൾ കർത്താവിനോടുള്ള ഭക്തിയിൽ അഭിമാനിക്കേണ്ടവരാണ്. പ്രഭാഷകൻ 9:16 നമ്മെ പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യം. റോമ 5:3 അതുപോലെ തന്നെ 2 കൊരിന്തോസ് 6:4 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്നതിൽ നാം അഭിമാനം കൊള്ളണം. സാധ്യമായ പല ബൈബിൾ കഥാപാത്രങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും റോമാലേഖനം 5:2 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം വഴി ദൈവമഹത്വത്തിൽ പങ്കുചേരാൻ കഴിയുന്നതിൽ നാം അഭിമാനം കൊള്ളണം. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ വചനം വായിക്കും, ഞാൻ ബൈബിൾ കയ്യിലെടുക്കും. ഇങ്ങനെയൊക്കെ പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കുന്നതിന് വകയുള്ള കാര്യമാണെന്ന്, ആ രീതിയിലാണ് നമ്മൾ അതിനെയൊക്കെ കാണേണ്ടത്. പ്രഭാഷകൻ 31:10 വചനം മറ്റൊരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാപം ചെയ്യാൻ കഴിവും പാപം ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് പാപം ചെയ്യാതിരിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. അങ്ങനെ പല അവസരങ്ങള് ഒരാൾ പോലും അറിയാതെ പാപസുഖം എനിക്ക് നേടാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞാൻ അതിലേക്ക് പോയില്ല. അങ്ങനെ തീരുമാനിക്കാൻ പറ്റിയ വ്യക്തികൾക്ക് അഭിമാനിക്കാൻ വകയുണ്ടെന്ന്. നമ്മളിത് ഏതാനും ചില കാര്യങ്ങൾ പ്രഭാഷകൻ 41:16 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങളിൽ നീ ഒരിക്കലും ലജ്ജിക്കരുത് എന്ന് പറഞ്ഞാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നാം അഭിമാനം കൊള്ളേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് 16-ാമത്തെ വചനം പറയുന്നത്, എല്ലാ കാര്യങ്ങളും ലജ്ജാകരമല്ല. ചില കാര്യങ്ങൾ ലോകം ലജ്ജാകരമെന്ന് വിശേഷിപ്പിച്ചേക്കാം. ദൈവമക്കളായ നമുക്ക് അവ ലജ്ജാകരമല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ഒന്ന്, യേശു ദൈവവചനം, ഇവയിൽ നാം ഒരിക്കലും ലജ്ജിക്കരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്കാ 9:26, എന്നെ പ്രതിയോ എന്റെ വചനത്തെ പ്രതിയോ നീ ലജ്ജിച്ചാൽ നിന്നെക്കുറിച്ച് പറയാൻ മനുഷ്യപുത്രൻ ലജ്ജിക്കും. മറ്റൊന്ന്, തെറ്റ് സമ്മതിക്കാൻ ഒരിക്കലും നമ്മൾ ലജ്ജിക്കരുത്. പ്രഭാഷകൻ 4:26 നമ്മൾ കാണുന്നൊരു കാര്യം, ചിലര് തെറ്റായി ചെയ്തെന്നറിയാം, പക്ഷെ ഒരിക്കലും സമ്മതിക്കുകയില്ല. അത് ഏതാണ്ട് ലജ്ജ പോലെയാണ് അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, സ്നേഹിതനെ രക്ഷിക്കാൻ ഒരിക്കലും നാം ലജ്ജിക്കരുത്. പ്രഭാഷകൻ 22:25 നമ്മൾ കാണുന്നതാണ്. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കാൻ ഒരിക്കലും നാം ലജ്ജിക്കരുത്. ജോയൽ 2:26 നമ്മൾ വായിക്കുന്നതാണ്. സുവിശേഷത്തെ പ്രതി ഒരിക്കലും നാം ലജ്ജിക്കരുത്. റോമ 1:16 വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. യേശുവിൽ വിശ്വസിക്കുന്നതിൽ നാം ഒരിക്കലും ലജ്ജിക്കരുത്. റോമ 10:11 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നാം ലജ്ജിക്കരുത്. 2 തീമോത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നതാണ്. സ്വർഗീയ സമ്പത്തിനു വേണ്ടി ലൗകിക സമ്പത്ത് നഷ്ടമാകുന്നതിൽ നാം ലജ്ജിക്കരുത്. അതാണ് അവസാനത്തെ കാര്യം. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 16-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. എന്തിലെല്ലാമാണ് നാം അഭിമാനിക്കേണ്ടത് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ തിരിച്ചറിഞ്ഞത്. കർത്താവിനെ പ്രതി നമ്മൾ സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ലജ്ജിക്കാതെ അഭിമാനം കൊള്ളുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ഈ പീഡാനുഭവ വാരത്തിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവമേ, ഈ വലിയ വാരത്തിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അങ്ങൊഴുക്കുന്ന ദൈവകൃപ സ്വീകരിക്കാനും ആത്മീയ വളർച്ച പ്രാപിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഒരു ചെറിയ പാപം പോലും ചെയ്യാതെ ഉയർപ്പ് തിരുനാളിനായി യഥാവിധി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.